നമ്മളെ എല്ലാവരെയും കരയിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ പ്ലേ ചെയ്യാൻ പോകുന്നത്. അതായത് കരഞ്ഞിട്ട് എൻ്റെ കണ്ണ് കലങ്ങിയിട്ട് ശരിക്ക് കാണുന്നില്ല, കണ്ണ് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അത്രമാത്രം ഇവരെയാണോ നിങ്ങൾ ഇത്രമാത്രം ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത്? അവർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാദ്യം. സുഖമില്ല, ഞാനാണ് വീട് നോക്കുന്നത്, എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ, എനിക്ക് എൻ്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയുക, ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു എന്തോ ഒരു ഭാഗ്യം പോലെ ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ ചെറിയ അയ്യോ എന്തോ ഒരു അവസ്ഥയായത്, ഭയങ്കര സങ്കടം വന്നുപോയായിരുന്നു. അപ്പോൾ നമ്മളെ രേണു സുധിയുടെ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടങ്ങ് കരഞ്ഞുപോയി. ഇപ്പം ഞാൻ കരഞ്ഞൊന്നും അഭിനയമൊന്നുമല്ല, നേരായിട്ട് കരഞ്ഞത് തന്നെ. ആ കണ്ണിന്ന് വെള്ളം വന്നല്ലേ. സംഭവം പോലെയൊന്നുമല്ല, അവരുടെ ഭർത്താവ് അകാലത്തിൽ ഒരു അപകടത്തിൽ മരിക്കുന്നു. മരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വാടക വീടാണ്, പിന്നെ 2 മക്കളാണ്. മൂത്ത പ്രായപൂർത്തിയാകാത്ത 21 വയസ്സുള്ള മകൻ, രണ്ടാമത്തേത് പ്രായപൂർത്തിയായ 4 വയസ്സുള്ള മകൻ. ഇവർ 2 പേരുമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, സഹോദരിക്ക് ജോലിയില്ല, സഹോദരന് ജോലിയില്ല, പിന്നെ അവരുടെ മക്കൾക്ക് ആർക്കും ജോലിയില്ല. ആകെയുള്ളൊരു വരുമാനം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനാണ്. എനിക്കാണെങ്കിൽ കൂലിപ്പണിക്ക് പോയിട്ട് ശീലമില്ല, വേറൊരു ജോലി ചെയ്തിട്ടും ശീലമില്ല. ആകെ അറിയാൻ പറ്റുന്ന ജോലി എന്ന് പറഞ്ഞു ഇത് മാത്രമാണെന്നല്ല പറയുന്നത്. ആകെ അറിയാൻ പറ്റുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് പക്ഷേ? അതായത് നിങ്ങളുടെ അച്ഛന് ഒരസുഖവും ഇല്ലയെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ തങ്കച്ചേട്ടനിവിടെ 11 മണി വരെ ഓടി നടക്കലാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്നും ഏകദേശം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സുധി ഉള്ള സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരോട് സുധി കടം മേടിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ, സുഖമില്ലാത്ത അച്ഛനാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരെയാണോ നിങ്ങൾ പറ്റിക്കാൻ പോകുന്നത്? അതുമാത്രവുമല്ല, അച്ഛനും അമ്മയ്ക്കും സുഖമില്ല, ഇല്ലെങ്കിൽ മക്കളെ പോറ്റണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇമാതിരി കോപ്രായം കളിച്ചിട്ടാണോ നടക്കുന്നത്? ഇന്നിപ്പോഴും നിങ്ങളുടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂവുന്നുണ്ടാകും, പരിഹസിക്കുന്നുണ്ടാകും. അതായത് പൈസയല്ല എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ അഭിമാനം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആ ഒരു സാധനമാണ് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ പുറകോട്ടടിപ്പിക്കുന്നത്. അതായത് നമ്മളിപ്പോഴൊരു വിളിക്കാത്ത കല്യാണത്തിന് നമ്മൾ പോകുമ്പോഴേ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് പോകുന്നില്ല? നമുക്ക് അഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിൽ നമ്മൾ പല ജോലികളും ചെയ്യുന്നില്ല. അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ കിട്ടും, അല്ലെങ്കിൽ ഈ കാണിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണിക്കാൻ ആളുണ്ടാകും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താ പറയുക, വിദേശത്തും മറ്റേ അവിടുന്ന് ഇവിടുന്നുള്ള കുറേ ഞരമ്പ് രോഗികൾ വരും, പൈസ തരാം കാണിച്ചു തരുമോ എന്ന് ചോദിച്ച്. അവർക്കെന്താണ്, അവർക്കറിയാം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുധീൻ്റെ അടുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും പറയാം. കാരണം എന്താ, ഒരു കേസും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ടാണ് രേണു സുധിയുടെ വ്യക്തിത്വം രേണു സുധിയുടെ അങ്ങനെ ആക്കി? ഇതാണോ ഒരു ജീവിതം? ഇതാണോ നിങ്ങൾ BGM ഇട്ടിട്ട് ജനങ്ങളെ പറ്റിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ജനങ്ങളെ പറ്റിക്കാം. ചിലപ്പോഴും ഞാൻ എന്ത് കാണിച്ചാലും നിനക്കെന്താടാന്ന് ചോദിക്കാം. ഈ പറയുന്ന ആൾക്കോ ഇല്ലെങ്കിൽ ഈ എനിക്കോ യാതൊരു നഷ്ടവും ഇല്ല. നമ്മളെല്ലാവരും നിങ്ങളുടെ കോപ്രായങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഒരു വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടുകാരുടെ സ്ഥിതി അതീവ ദയനീയം തന്നെയാണ്. അതായത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനായി കഴിഞ്ഞാലും അവർക്കൊന്നും എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുഖത്ത് നോക്കിയിട്ട് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റൂല, ഞാൻ തിന്നുന്നത് എൻ്റെ അന്തസ്സുള്ള എൻ്റെ ഇതായിട്ട് തിന്നുന്നതാണ് എന്ന അഭിമാനത്തോടു കൂടി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾക്ക് പോലും പറയാൻ പറ്റൂല. ഇവിടെ എല്ലാവരെയും വെല്ലുവിളിച്ച് എന്തോ വലിയൊരു സംഭവം ചെയ്യുന്നത് പോലെ ഏതോ കുറേ വേട്ടാവളിയന്മാരുടെ കൂടെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് നടക്കുമ്പോഴും നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പ്രായോഗികമായിട്ട് വീട്ടിലിരിക്കുമ്പോഴും നിങ്ങളുടെ സ്ഥിതി അതീവ ദയനീയമായിരിക്കും. അന്ന് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ചെറുക്കൻ കുറച്ച് ബുദ്ധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിലയും തരാൻ പോകുന്നില്ല. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിങ്ങളോട് മിണ്ടാൻ വരെ പോകുന്നില്ല. അത്രമാത്രമായിട്ട് ആ ചെറുക്കനൊക്കെ എന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ആൾക്കാർ വീഡിയോ എടുത്ത് പുറത്തിടുന്നത്, അല്ലെങ്കിൽ എൻ്റെ പിന്നെ മറുക് കാണിക്കലാണ്, അല്ലെങ്കിൽ പൊള്ളിയത് കാണിക്കലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തീട്ടാണോ തിന്നുന്നത്? എല്ലാവരും അരിയാഹാരം തന്നെയാണ് തിന്നുന്നത്. അതിൻ്റെ അകത്ത് എന്താ കാണിക്കുന്നത്, എന്താ പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ കുറേ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്.
അതാദ്യം മനസ്സിലാക്കി. എല്ലാവർക്കും ഉണ്ട്, കൈ നിറയെ പൈസയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഭാഗ്യദോഷം തന്നെയാണ് ഒരു പക്ഷേ സുധി നിങ്ങളെ കല്യാണം കഴിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാം, നിങ്ങൾ അറിയപ്പെടുന്ന നടൻ, ഒരു മിമിക്രിക്കാരൻ, അയാളുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ എത്ര ആൾക്കാർ ലൈവ് ചെയ്യുന്നു, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ എന്താ പറയേണ്ടത് മറ്റേ കൃഷ്ണകുമാറിൻ്റെ മകൾക്ക് ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നവരാണ്. അപ്പോൾ അറിയപ്പെടുന്നവർക്ക് ഇന്നേപോലെ ഒരു നിയമമുണ്ട്. അതൊന്നും അല്ല പറയുന്നത്. നിങ്ങളെയൊക്കെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇഷ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടികളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കാണിച്ചു കൊടുക്കേടി, നീ പറയണടി, നിനക്ക് ജീവിക്കാൻ വേറെ. എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ എല്ലാവരും ജോലി ചെയ്ത് അന്തസ്സോടു കൂടിയാണ് ജീവിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യില്ലാത്ത മറ്റേ ഇതുകൂട്ട് മറ്റേ ഇതാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവനെ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ അടുക്ക പോയിട്ട് മാറിൽ ചാഞ്ഞ് കിടന്നിട്ടോ ഒന്നുമല്ല. എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്തിട്ട് ഒരുപാട് വിധവകൾ അവരുടെ മക്കളെ എന്ന് പറഞ്ഞാൽ പൊന്നുപോലെ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സോട് കൂടിയിട്ട് അവർക്ക് ജീവിക്കാം. പക്ഷേ രേണുസുതി പറയുന്ന പോലെ അച്ഛന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കരുത് ഒരിക്കലും. അതായത് നിങ്ങളുടെ അച്ഛന് ഒരു അസുഖവും ഇല്ല. ആ മനുഷ്യന് എന്താണ് അസുഖം? ആ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രായം പോലും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആരെയും ഇനി പോറ്റേണ്ടത്? 2 പെൺമക്കളുണ്ട്, 2 പേരെയും കെട്ടിച്ചയച്ചു. ഇനിയിപ്പോൾ 2 പേരും ഒരു 5000 രൂപ കൊടുത്താൽ തന്നെ എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കാം മനുഷ്യന്. പിന്നെ ആ മനുഷ്യന് എന്താണ് പ്രശ്നം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ജോലിയായാലും ഒരു 10,000, 20,000, 25,000 കിട്ടും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണെന്ന് ഒരിക്കലും പറയരുത്. കാരണം എന്താ അറിയുക, കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ലക്ഷം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നിങ്ങൾ ഇനി 20 ലക്ഷം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലും ആ ചെറുക്കൻ്റെ അഭിമാനത്തിന് അതായത് അതിനൊന്നും ഒരു അറുതിയാവില്ല. ആ ചെറുക്കൻ വളർന്നു വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ഇതുപോലൊരു അമ്മ, അതായത് ഇങ്ങനെ ഒരു ഇതുമില്ലാതെ ഒരു കൂസലുമില്ലാതെ ഒരമ്മ ഇങ്ങനെ എന്താ പറയേണ്ടത്, എനിക്കൊന്നും പ്രശ്നമല്ല എന്ന് പറയുമ്പോഴേ ആ ചെറുക്കന് നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താലും ഇവിടെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നമ്മൾക്കോ വിമർശിക്കുന്നവർക്കൊന്നും ഒരു ചുക്കുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ കൊഞ്ഞാട്ടയാക്കുന്നതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എൻ്റെ അച്ഛന് സുഖമില്ല, അമ്മക്ക് സുഖമില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ആരെയാ നിങ്ങൾ പൊട്ടനാക്കാൻ നോക്കുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴുള്ള ആ ലെവലിൽ തന്നെ അങ്ങ് പോയിക്കോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞ പോലെ. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊന്നും സമൂഹത്തിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ആ വീഡിയോ കൂടി ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവം, എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഇനി മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങനെ അങ്ങ് പോകാം. ഇനി അവരോട് കോർക്കാനാണ്, അല്ലെങ്കിൽ അവരോട് കോർത്ത് ഞാൻ വലിയ എന്തോ സംഭവമാക്കും എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോളെ, അത് വലിയ അബദ്ധത്തിലേക്കേ പോകുന്നതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ശാരിയും കീരിയും മീരിയും ഒന്നും ഉണ്ടാവില്ല ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് കളാട്ടെ. അന്ന് എല്ലാവർക്കും എത്തട്ടെ. ബൈ ബൈ.